യുവാക്കൾക്ക് ഇതെന്തു പറ്റിയെന്ന ചോദ്യം നമ്മൾ മലയാളികൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. കൊല്ലും കൊലയും മദ്യവും മയക്കുമരുന്നുമെല്ലാം നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് നിസാര കാര്യങ്ങളായി മാറി. പ്രതിദിനം കൊലപാതക പരമ്പരകൾ നീണ്ടു പോവുകയാണ്. കൂട്ടക്കൊലപാതക കഥകൾ കേട്ട് മലയാളികളുടെ മനസ്സ് മരവിച്ചു കഴിഞ്ഞു. ഒരു സംഭവം നടന്നതിന്റെ ഞെട്ടലിൽ നിന്നും മലയാളികൾ പുറത്തു വരും മുന്നേ തന്നെ നമ്മുടെ നാട്ടിൽ അടുത്ത കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കും. നെന്മാറയിലെ ഇരട്ട കൊലപാതകവും വെഞ്ഞാറമൂട്ടിലെ 5 പേരുടെ കൊലപാതകവും കോഴിക്കോട് ഷഹബാസ് കൊലപാതകവുമെല്ലാം മലയാളികളുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരം കൊല്ലത്ത് വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നത്. കൊലപ്പെടുത്തിയ ശേഷം പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 6:48ഓടെയാണ് കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിൻ ജോർജിനെ നീണ്ടകര സ്വദേശിയായ തേജസ് രാജു എന്ന 22കാരൻ കുത്തിക്കൊലപ്പെടുത്തിയത്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു മരിച്ച ഫെബിൻ ജോർജ്. ബുർക്ക ധരിച്ച ശേഷം ഫെബിന്റെ വീട്ടുമുറ്റത്തേക്ക് കയറിയ തേജസ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഫെബിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് ഗോമസിനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പിന്നാലെ കത്തി ഉപേക്ഷിച്ച് കാറിൽ കയറി രക്ഷപ്പെട്ട തേജസ് 3 കിലോമീറ്ററോളം കാർ ഓടിച്ച് ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെയെത്തി. ഇവിടെ വാഹനം നിർത്തി തേജസ് കൈഞ്ഞരമ്പ് മുറിച്ചതിനു ശേഷം പുറത്തേക്കിറങ്ങി ഉടൻ തന്നെ അതുവഴി വന്ന ട്രെയിനിന് മുന്നിലേക്ക് എടുത്തുചാടി ജീവൻ ഒടുക്കുകയായിരുന്നു. കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചത് എന്താണെന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ വെളിപ്പെടുന്നത് പക തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പരകളിലെ കാരണങ്ങൾ പോലെ തന്നെ ഈ കൊലപാതകത്തിന് പിന്നിലും പക ഒരു വലിയ വില്ലനായി മാറുകയാണ്. ഫെബിന്റെ സഹോദരിയുമായുള്ള ബന്ധം വഷളായതോടെയാണ് തേജസ് ഈ ക്രൂരതയ്ക്ക് മുതിർന്നതെന്നാണ് നിഗമനം. ഫെബിന്റെ സഹോദരിയുമായി തേജസിന്റെ കല്യാണം വാക്കാൽ ഉറപ്പിച്ചിരുന്നു. ഇരുവരും ബാങ്ക് കോച്ചിങ്ങിന് ഒരുമിച്ച് പഠിച്ചവരാണ്. ഇരുവരും തമ്മിൽ പ്രണയത്തിലുമായിരുന്നു. എന്നാൽ പിന്നീട് തേജസുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറുകയായിരുന്നു. ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് യുവതി നിലപാടെടുത്തതോടെ തേജസ് മാനസികമായി തകർന്നിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നോ എന്നും പോലീസ് നിലവിൽ സംശയിക്കുന്നുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങളൊന്നുമില്ലെങ്കിൽ ഇത് പ്രണയപ്പകയുടെ മറ്റൊരു അവശേഷിപ്പായി മാറും. ഒരാൾക്കൊരു ബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ലാത്ത കാലത്തോളം മറ്റൊരാൾക്ക് അവരെ അതിൽ തളച്ചിടാൻ എന്താണ് അവകാശം? അതിന്റെ പേരിൽ ഒരാളുടെ ജീവൻ എടുക്കാൻ എന്താണ് അവകാശം? നമ്മുടെ യുവാക്കൾക്കിടയിൽ കൊലപാതകം ഇത്രമാത്രം നിസാരവൽക്കരിക്കപ്പെട്ടു പോയതെങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കാലത്തായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമായതല്ല. കൗമാരക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും മദ്യവും മയക്കുമരുന്നും കൊലപാതകങ്ങളും വല്ലാതെ വളർന്നു പോവുകയാണ്. അതിന് തടയിടാൻ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ തുടർക്കഥയാവുകയാണ്. 10 വയസ്സുള്ള കുട്ടിക്ക് പോലും മയക്കുമരുന്ന് സുലഭമായി കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും നാശത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന കഴുകന്മാർ നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. ആ കഴുകന്മാർക്ക് വിലങ്ങു വീഴാത്ത കാലത്തോളം നമ്മുടെ നാട്ടിലെ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കൊലപാതകികളായിക്കൊണ്ടേയിരിക്കും.